എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഞങ്ങളുടെ അവിടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊക്കെ നമ്മൾ ഇലയിൽ വിളമ്പുന്ന ഒരു ചടങ്ങുണ്ട്. അത് നോക്കാം. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ, കാരണം നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് അച്ചാറിൽ നിന്നും തുടങ്ങാം. ആദ്യം അച്ചാറ് മാങ്ങയാണ്. മാങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ടാക്കിയ അച്ചാറ്. പിന്നെ വേറെ ഒന്ന് തോരൻ, ബീൻസിന്റെ തോരനാണ് കേട്ടോ. ബീൻസിന്റെ തോരനുണ്ട്. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ പൈനാപ്പിൾ പച്ചടിയാണ്. പൈനാപ്പിൾ പച്ചടി ഇതിന്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിയലില്ലാതെ കേരളത്തിലൊരു ഫുഡ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിയല് എല്ലാ മിക്സ് വെജും ഉണ്ട് അതിനകത്ത്. പിന്നെ ചോറ് ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല, കാരണം നമ്മൾ ഇലയിലെ വളമ്പണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിയതാണ്. ചോറ്, പിന്നെ സാമ്പാറ്, വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ കൂടെ. ഞങ്ങളുടെ അവിടെ വറുത്തരച്ച സാമ്പാറാണ്ടോ ഒക്കെ, തേങ്ങ ഉള്ളി ഒക്കെ. പിന്നെ വേറെ ഒന്നുള്ളത്, വെള്ളം വേണം. 2 പാത്രം എടുത്തുണ്ട്. പായസം, കാരണം നമ്മൾ ഇലയിൽ വിളമ്പി വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ. പായസമുണ്ട്. പിന്നെ മോര്, പിന്നെ പപ്പടം. അതിനുശേഷം നമ്മൾ വെള്ളം കുടഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിതിൽ ചുറ്റും ഒന്ന് ശുദ്ധമാക്കിയതിന് ശേഷം നമ്മൾ വിളക്ക് കത്തിക്കും. ഇന്നലെയാണ് സാധാരണ മേഡം 1-ാം തീയതിയാണ് നമ്മൾക്ക് വിഷു വരാറ്. ഇപ്രാവശ്യം 2-ാം തീയതിയാണ്. കാർഷിക വിളപ്പിന്റെ അന്നാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. വിളക്ക് കത്തിച്ച് നമ്മൾ പിതൃക്കൾക്ക് ഫുഡ് വെച്ചു. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ചടങ്ങ്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ മരിച്ചുപോയ ആൾക്കാർക്കും അവർക്കും വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ്. കാരണം നമ്മൾ തനിയെ കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ.